കേരളത്തിലെ കഴിഞ്ഞ 10 വർഷം ആരോഗ്യ മേഖലയെക്കുറിച്ച് വലിയ പരാതിയുയർന്ന ഒരു കാലമായിരുന്നു എന്നാണ് കോൺഗ്രസ് UDF നേതൃത്വം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായി കെ ശൈലജ അവരുടെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ പേരാമ്പ്ര നിപ ഭീതിയിൽ ആണ്ടപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളെ ഒന്നടങ്കം ഒരു മരണഭയത്തിൽ നിന്ന ഒരു കാലഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനം അതെല്ലാം അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനുശേഷമുണ്ടായ കോവിഡ് കാലഘട്ടത്തിലും സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലും നമുക്ക് അഭിനന്ദനം അർഹിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ എങ്കിലും അന്നും ആരോഗ്യ മേഖലയിൽ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആ കോവിഡ് കാലഘട്ടത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളും നിപ കാലഘട്ടത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളും എല്ലാം അതിനെ മറയ്ക്കുന്ന തരത്തിലായിരുന്നു ഉണ്ടായത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായതിനു ശേഷം കേരളത്തിന്റെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ പുസ്തകം പോലെയായി എന്ന് നിരന്തരം ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ അടക്കം വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. രാജ്യത്തെ നമ്പർ 1 ആരോഗ്യ മേഖലയാണ് കേരളം എന്നതിൽ തർക്കമില്ല. അത് 10 വർഷക്കാലം ഇടതുമുന്നണി ഭരിച്ചതിന്റെയോ അല്ലെങ്കിൽ അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചതിന്റെയോ പരിണിത ഫലമല്ല. 1957 മുതൽ മാറി മാറി വന്ന സർക്കാരുകൾ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ആരോഗ്യ വകുപ്പ് പഴി കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. മെഡിക്കൽ കോളേജുകളിലടക്കം ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന വാർത്തകൾ ദിനംപ്രതി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ സർക്കാരിൽ മുരളീധരൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ചുമതലയേറ്റ ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ശ്രദ്ധേയമാണ്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നേരെ ആക്കണമെങ്കിൽ കുറെ സമയം വേണ്ടിവരുമെന്ന് അദ്ദേഹം പറയുന്നു. അതുമാത്രമല്ല, ഉദ്യോഗസ്ഥർ എനിക്കൊപ്പം നിൽക്കണം, ഈ മേഖല നന്നാക്കാൻ വേണ്ടി കൂടെ നിൽക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറയുന്ന ഒരു വാക്കാണ് കേട്ടത്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇത്രത്തോളം തകർന്ന് തരിപ്പണമായതിന്റെ ഉത്തരവാദിത്തം 10 വർഷത്തെ ഇടതുഭരണത്തിനാണെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഏത് രൂപത്തിൽ വിലയിരുത്താൻ സാധിക്കും? തീർച്ചയായും കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്, അല്ലെങ്കിൽ LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും LDF അധികാരത്തിലേക്ക് വന്ന് എല്ലാ മേഖലകളും തകർന്ന് തരിപ്പണമായ ഒരു 10 വർഷമായിരുന്നു. ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്, അല്ലെങ്കിൽ രണ്ടാമത് പിണറായി സർക്കാരിനെ അധികാരത്തിലേക്ക് എത്തിച്ചത് കോവിഡ് തന്നെയാണ്. ആ സമയത്ത് ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി, കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് പറയുമ്പോൾ അത് പിണറായി സർക്കാരിന്റെ മാത്രം കഴിവല്ല, അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ മാത്രം കഴിവല്ല. മാറി മാറി വന്ന എല്ലാ സർക്കാരുകൾക്കും അതിന് വ്യക്തമായ പങ്കുണ്ട്. അതിനുശേഷം ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കെ ശൈലജയ്ക്ക് ഒരു വലിയ ഇമേജ് പോലും കൊടുക്കുന്നത് അവർ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ, ആരോഗ്യമന്ത്രിയായിട്ടിരുന്നതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊരു അഭിപ്രായം എനിക്കില്ല. എന്നാൽ ഈ പറയുന്ന ഹൈപ്പിലേക്കൊന്നും അവർ ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാര്യം ഏതൊരു ആരോഗ്യമന്ത്രിയായിരുന്നാലും, പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ വീണ ജോർജിനെ വെച്ച് നോക്കുമ്പോൾ ഭേദമായിരുന്നത് കെ ശൈലജ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ആരോഗ്യ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വീഴ്ചകൾ, ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ ഡോക്ടർമാർ അടക്കം ഉപകരണങ്ങളില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം. ആ പറയുന്ന ആളിനെ, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ നോക്കിയില്ല. ആ കാര്യത്തെ കൂടുതൽ വഷളാക്കുകയും, അല്ലെങ്കിൽ ആ പരാതി പറയുന്ന ആളുടെ, അതാരോ ആകട്ടെ, ഡോക്ടറാവട്ടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാകട്ടെ, അവർക്ക് നേരെ തിരിയുന്ന ഒരു നിലപാടായിരുന്നു എടുത്തത്. അതൊക്കെ തന്നെയാണ് ആരോഗ്യ മേഖലയെ ഇത്തരം ഒരു വലിയ അവസ്ഥ, അല്ലെങ്കിൽ ദയനീയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ വിശ്വസിക്കുന്നത് ഒരു സർക്കാരിൽ ഏറ്റവും മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും ജനകീയ മന്ത്രിയാകാൻ കഴിയുന്നത് ആരോഗ്യ വകുപ്പ് മന്ത്രിക്കായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഡയറക്റ്റ് ഏറ്റവും അത്യാവശ്യം, അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മേഖല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആളുകളുമായി അടുത്ത് നിൽക്കുന്ന മേഖല എന്ന് പറയുന്ന ആരോഗ്യ മേഖലയാണ്. ഈ 10 വർഷങ്ങൾക്ക് ഇപ്പുറം മുരളീധരൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായി വരുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണ് കേരളത്തിനുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം നന്നായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ മുഖ്യമന്ത്രിയേക്കാൾ ജനകീയനായ മന്ത്രിയാകാൻ കഴിയും. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ചെറിയ മാറ്റങ്ങൾ പോലും സാധാരണക്കാർ, അതിപ്പം പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും ജനങ്ങൾ അത് നോക്കിക്കാണുന്ന ഒരു കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരുപാട് കേസുകൾ, ആരോഗ്യ മേഖലയുടെ വീഴ്ച, അത് ഗവൺമെന്റ് ആശുപത്രികളിൽ നിന്ന് വന്ന ഒരുപാട് വീഴ്ച നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തായിരുന്നു. മെഡിക്കൽ കോളേജ് സാധാരണക്കാരായ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത് അവർക്ക് ആശ്വാസമാണ്, അവർക്ക് ധൈര്യം പകരേണ്ടതാണ്. ഒരു ആപത്തുണ്ടായാൽ ഞങ്ങൾക്ക് ഓടിച്ചെല്ലാനുള്ള സ്ഥലം എന്നത്. പക്ഷെ അവിടെ നിന്ന് ഒരുപാട് മാറി ഏതെങ്കിലും വിധത്തിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയാൽ അവിടെ ചികിത്സാ പിഴവ് ഉണ്ടാകും എന്ന തരത്തിലുള്ള ഭയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട്, ഞാൻ 10 വർഷം എടുത്ത് പറയുന്നില്ല, കഴിഞ്ഞ 5 വർഷം കൊണ്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്ക് വീഴ്ച ഉണ്ടാകുമ്പോൾ മന്ത്രി വിശദീകരണങ്ങൾ ചോദിക്കുന്നുണ്ടെന്നല്ലാതെ അതിനെതിരെ ഒരു നടപടിയും എടുക്കുന്ന നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ വയറ്റിൽ കത്രിക വെച്ച് തുന്നുന്ന ആൾ വന്ന് പരാതിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ ആള് പറയുമ്പോൾ
അങ്ങനെ വയറ്റിൽ കത്രിക ഇരുന്നാൽ ഒരു പ്രശ്നവുമില്ല എന്ന് ന്യായീകരിക്കുന്ന ഡോക്ടർമാരല്ല കേരളത്തിന് വേണ്ടത്. തെറ്റു പറ്റിയാൽ ആ തെറ്റ് അംഗീകരിക്കുകയും ഇനി അത്തരം തെറ്റുകൾ ആർക്കും ഉണ്ടാകാതിരിക്കാനാണ് അത് ഏത് ഭരണകൂടമാണെങ്കിലും അല്ല ഏത് സർക്കാരാണെങ്കിലും നടപടിയെടുക്കേണ്ടത് ആ ഡോക്ടർമാരും. ഒരു ഉത്തരവാദിത്വമില്ലാതെ എന്തെങ്കിലും കാണിച്ചാൽ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നവും വരില്ല എന്ന അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ഉണ്ടായിരുന്നത്. ഒരു പെൺകുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ടു. കൈ നഷ്ടപ്പെടുമ്പോൾ ആ കുട്ടിക്ക് എന്ത് നൽകണം, അല്ലെങ്കിൽ ആ കുട്ടിയും ആ സമയത്ത് ഒരു അല്ലെങ്കിൽ ഒരു അതിജീവിതയാണ്, അവർക്ക് എന്ത് സപ്പോർട്ടാണ് നൽകേണ്ടത് അന്നത്തെ സർക്കാർ ചിന്തിച്ചിട്ടില്ല. അപ്പോഴും അന്നത്തെ പ്രതിപക്ഷ നേതാവാണ് അതിന് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് കൈ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ സർക്കാർ പരാജയമായിരുന്നു. ആ പരാജയം കൊണ്ട് തന്നെയാണ് ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരു 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ ആരോഗ്യ മേഖലയെ നന്നാക്കാനോ തിരിച്ചു കൊണ്ടുവരാനോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് ഒരുപാട് ടൈം അല്ലെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. കെ മുരളീധരൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിപ്പോ ഏത് മേഖലയായാലും ഒരു മന്ത്രി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നന്നാക്കാൻ കഴിയുന്ന കാര്യമല്ല. ആരോഗ്യ മേഖലയിൽ ഇന്നും പരാതികൾ വരുന്നുണ്ട്. മെഡിക്കൽ കോളേജിലടക്കം ഡോക്ടർമാരെ കാലിൽ നിന്ന് പുഴുവരിക്കുന്നു, അത് ഡോക്ടർമാരെ അറിയിക്കാൻ വേണ്ടി പോയിട്ടും ആരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നത് അവിടെ ഡോക്ടറുടെ അനാസ്ഥ അല്ലെങ്കിൽ ഡോക്ടർക്ക് വരാൻ കഴിയാത്തതാണോ, സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവാണോ, പഠിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നതാണോ? ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. പുതിയ സർക്കാരിന് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും. മുരളീധരൻ പറഞ്ഞതുപോലെ തനിക്കൊപ്പം എല്ലാവരും നിന്നാൽ മാത്രമേ നന്നായി അല്ലെങ്കിൽ നമ്പർ 1 ആരോഗ്യ മേഖല കേരളത്തിന് തിരിച്ചല്ലെങ്കിൽ വീണ്ടും കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് പറയാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് എവിടെയും നമുക്ക് പറയാൻ കഴിയും, അല്ലെങ്കിൽ വെറുതെ പറയാമെന്നേ ഉള്ളൂ. ആരും ഇന്ന് ധൈര്യപൂർവ്വം ഗവൺമെന്റ് ആശുപത്രിയിൽ പോകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി പിണറായി സർക്കാർ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1 ആണ് എന്ന് കുട്ടിഘോഷിച്ച ആളുകൾ തന്നെ ഇപ്പോൾ ആരോഗ്യ മേഖലയ്ക്കെതിരെ സമരം ചെയ്യുന്ന വാർത്തയും നമ്മൾ കാണുകയാണ്. എന്തായാലും കെ മുരളീധരൻ പറഞ്ഞ പോലെ ഒരു സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന സമയം കൊണ്ടൊന്നും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ വീണ്ടെടുക്കാൻ കഴിയില്ല. കാരണം മെഡിക്കൽ കോളേജുകളിൽ പലയിടത്തും മരുന്നുകളില്ലാത്ത വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ അത്യാവശ്യ ഘട്ടത്തിലുള്ള ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം, ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുന്നു. താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും മരുന്ന് ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പാരസെറ്റമോൾ ഒഴികെ മറ്റൊരു മരുന്നും പലയിടത്തുമില്ല. മരുന്നു കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയാക്കി വെച്ച സർക്കാരാണ് കേരളം ഭരിച്ച് ഇറങ്ങിപ്പോയത്. ആ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയതാണ്. അന്നും ആരോഗ്യവകുപ്പ് നമ്പർ 1 ആണെന്ന് പരസ്യം ചെയ്യാനും PRDയെ ഉപയോഗപ്പെടുത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആരോഗ്യവകുപ്പ് ഏറ്റവും മികച്ച വകുപ്പാണെന്ന് പറയാനും കാണിച്ച ഉത്സാഹം ആ വകുപ്പിനെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കാണിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് കെ മുരളീധരൻ ഇപ്പോൾ ആ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മികച്ച തീരുമാനങ്ങളുമായി അല്ലെങ്കിൽ മികച്ച കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കാം. അതിൽ ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായി സർക്കാരിന്റെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കണം. എന്നാൽ മാത്രമേ ഇതിലൊരു മാറ്റം വരൂ. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ആശുപത്രികൾ നമുക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. വൻകിട കുത്തകകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ പലതും ഏറ്റെടുക്കുന്ന സാഹചര്യം, അമേരിക്കൻ കമ്പനികൾ അടക്കം കേരളത്തിലേക്ക് വന്ന് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ സ്വന്തമാക്കി എന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുൻപത്തെ പോലെയല്ല. ജീവിതശൈലി രോഗങ്ങൾക്കപ്പുറം അതിമാരകമായ രോഗങ്ങൾ വരെ കേരളത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ സർക്കാർ സംവിധാനത്തിലൂടെ മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ അതിന് ഒരു സാധാരണക്കാരന് പ്രാപ്യമായ ചികിത്സ ലഭ്യമാകുകയുള്ളൂ. ഈ ഒരു വിഷയത്തിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ടീമും എടുക്കുന്ന നിലപാട് നിർണായകമാകും. കേരളത്തിന്റെ ആരോഗ്യ മേഖല രാജ്യത്തെ നമ്പർ 1 ആയ ആരോഗ്യ മേഖല തന്നെയാണ്. ആ നമ്പർ 1 ആരോഗ്യ മേഖല കൂടുതൽ കാര്യക്ഷമമോടെ സാധാരണക്കാരന് ആശുപത്രികളിൽ എല്ലാ ചികിത്സയും കിട്ടുന്ന തരത്തിൽ മാറ്റാൻ കെ മുരളീധരന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.